ദിലീപും പൾസർ സുനിയും ബാലേന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന സ്വിഫ്റ്റിൽ ഇയാളെ എവിടേക്ക് കൊണ്ടാക്കി കൊടുത്തത്? ബസ് സ്റ്റോപ്പിൽ കൊണ്ടുകൊടുത്തത്. അപ്പോൾ പണത്തിൻ്റെ ഒരു കെട്ട് ആളുടെ ഉണ്ടായിരുന്നു. ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ജഡ്ജ്മെൻറ്റ് കാണാൻ കഴിയും. ദിലീപിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പൈസ വേണ്ടോ എന്ന് പറഞ്ഞൊരു കത്തിൽ മഞ്ജു വാര്യരെ ചേരോട് ചെയ്ത പോലെ എന്നോടും ചെയ്തു. ഈ ലോകത്ത് എത്ര പേരുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ വിറ്റ് കാശാക്കിയിട്ടുണ്ട് എനിക്കറിയാവുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. പൾസർ സുനിയും മാർട്ടിനും ലാൽ ക്രിയേഷൻസിൻ്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്കറിയണത്. അതിലെ പങ്കാളി ആരാണെന്നറിയാമോ? പാർട്ട്ണർ ദിലീപ. മനസ്സിലായില്ലേ? അവരപ്പം അല്ലാത്ത എനിക്കില്ല, ഇപ്പം ഇല്ല. ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഇല്ല. അതിന് മുന്നേ ഉണ്ടായിരുന്നു. അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. അവര് ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി അവർക്കുണ്ട്. അപ്പോഴൊക്കെ ഒരു ഭീഷണി ഉണ്ടായി. ഇനിയിപ്പോൾ ദിലീപിന് ശിക്ഷിച്ച് 10 കൊല്ലം 20 കൊല്ലം അയാളെ അവിടെ ഇട്ട് അയാൾ കൊല്ലണം എന്നൊന്നും നമുക്കില്ല. അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞ ഈ സത്യമുണ്ട്. അയാൾ ഭയങ്കര വിശ്വാസിയാണ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്. ചാത്തൻ്റെ അടുത്താണ് ആൾ ഏറ്റവും ഉള്ളിൽ പോകുന്നത്. എനിക്ക് എത്ര വക്കാലത്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ നല്ല അഭിഭാഷക തന്നെയാണ്. പിന്നെ ഞാൻ എടുക്കുന്ന കേസുകൾ ഞാൻ പണക്കാരുടെ കേസല്ല എടുക്കണേ. ഞാൻ ഡൗൺ ട്രോഡനായിട്ടുള്ള മനുഷ്യരുടെ കേസാണ്. ഈ പുറലോകത്തുള്ള തെളിവുകൾ ഒരെണ്ണത്തിനകത്ത് ബാലേന്ദ്രകുമാർ അയാൾ പറയുന്ന ഓഡിയോയിൽ ഒരു വാക്കുണ്ട്. അതായത് ദിലീപ് പറയുന്നു, അവർക്ക് വേണ്ടി ഞാനിത് ഇരയാക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിത് ചെയ്യേണ്ടി വന്നു, അവർ കാരണമാണ് ഞാൻ, അങ്ങനെ എന്തോ ഒരു വാചകം പറയുന്നുണ്ട്. കറക്റ്റ് അല്ല കേട്ടോ. അങ്ങനെ അപ്പം അതിനകത്താണ് ഈ മാഡം എന്നുള്ള, പിന്നെ രണ്ടാമത് പൾസർ സുനി കൊടുക്കുന്ന ഒരു മൊഴിയിലും മാഡം എന്നൊരു വാക്ക് വരുന്നു. ഇപ്പോൾ കോടതി എടുത്ത് മുന്നിലേക്ക് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ആരാണ്? ഹു ഈസ് ദാറ്റ് മാഡം? അപ്പൊ ഈ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോണം. കോടതിക്ക് അങ്ങനെ ഒരു പവറും കൂടി ഉണ്ടല്ലോ. ഒരു പ്രതി അല്ല എന്ന് പറഞ്ഞ് വിട്ടാൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാം. അങ്ങനെയല്ലേ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സൂര്യനെല്ലി കേസ് വന്നത്, റീഹിയറിങ്ങിന് വന്നത്. എത്രയോ കേസുകൾ താഴെ കോടതിക്ക് വീണ്ടും ട്രയൽ ചെയ്യാൻ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അത് ജഡ്ജ്മെന്റിൽ പറയുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നതേ നമുക്കറിയുള്ളൂ. ആ ഓഡിയോ റെക്കോർഡിനകത്ത് ഒരു വരിയുണ്ട്. അതായത് ദിലീപ് പറയാണ്, ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു. ഒരു കാര്യം, ആ ജഡ്ജ്മെന്റിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞില്ലേ? ബാലേന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടു, തോളത്ത് കൈയിട്ട് നിൽക്കുന്നു. ദിലീപും പൾസർ സുനിയും ബാലേന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന സ്വിഫ്റ്റിൽ ഇയാളെ എവിടേക്ക് കൊണ്ടാക്കി കൊടുത്തത്? ബസ് സ്റ്റോപ്പിൽ കൊണ്ടുകൊടുത്തത്. അപ്പോൾ പണത്തിൻ്റെ ഒരു കെട്ട് ആളുടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ആണ് മൊഴി. ഞാൻ ജഡ്ജ്മെന്റിൽ അത് അങ്ങനെയാണ്. ഇത് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കോടതി പറയണത്. ഈ കോൺസ്പിറസിയിലേക്ക് ഇത്രയും ഡയറക്റ്റായിട്ട് ഒരു വിറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെങ്ങനെ നമ്മൾ സംശയിക്കണേ? അല്ലാത്തൊരു മൊഴി ഉണ്ടോ? വേറെ ഡിഫൻസിന് വേറെ എന്തെങ്കിലും മൊഴി ഉണ്ടോ? CCTV കൊണ്ടുവരേ, അന്നത്തെ ദിവസം CCTV കൊണ്ടുവരാം അവരുടെ വീട്ടിലെ. സുനി അവിടെ വന്നിട്ടേ ഇല്ല എന്ന് പറയാൻ ഉണ്ടോ? അതൊരു ഡയറക്റ്റ് എവിഡൻസ് അല്ലേ സാർ? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതേ, അതായത് ഈ ശ്രീലക്ഷ്മി എന്നുള്ളൊരു പേരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിധിയിലുണ്ടായിരുന്നത്. ആരാണ് ശ്രീലക്ഷ്മി? എന്തുകൊണ്ടാണ് ആ കേസ് അന്വേഷിക്കാത്തത്? ബൈജു പൗലോസ് എന്തുകൊണ്ട് ആ കേസ് അന്വേഷിച്ചില്ല? ശ്രീലക്ഷ്മി എന്തുകൊണ്ട് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടില്ല, അല്ലെ സാക്ഷിയാക്കപ്പെട്ടില്ല? ഇങ്ങനെ കുറേ ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ഇന്നലെ കൊണ്ട് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറയുന്നത്, ഞങ്ങളെ വിളിപ്പിച്ചിരുന്നു അന്വേഷണ സംഘം, ഞങ്ങളോട് ചോദ്യം ചെയ്തിരുന്നു, ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഫോൺ ഇപ്പോഴും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ശ്രീലക്ഷ്മിയുടെ. പൾസർ സുനി അന്നേ തവണ ഇത്ര ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീലക്ഷ്മിയോട് സംസാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ മുതൽ നമ്മുടെ വാർത്തകൾ വരുന്നത്. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അത് മുഖവിലേക്ക് എടുത്തില്ല എന്ന് പറയുന്നതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇന്നലെ അവർ പൊതു മധ്യത്തിൽ വന്ന് പറയുകയാണ്, ഞങ്ങൾ മൊഴി വന്നിട്ടുണ്ട്. അതിനെങ്ങനെയാ താങ്കൾ കാണുന്നത്? ഞാൻ പറഞ്ഞേ, ശ്രീലക്ഷ്മി ഇല്ലാതെ തന്നെ എല്ലാ വിറ്റ്നസിനെയും പ്രോസിക്യൂഷൻ വിസ്തരിക്കുന്നില്ല.
റെലവൻ്റ് അല്ലാത്ത വിറ്റ്നസ് കോടതിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവോ? ഇപ്പം കോടതിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നിയാൽ കോടതി ഇതിൽ ഈ കേസിൽ എന്താ ചെയ്യണ്ടേ? വിധി പറയണതിന് മുൻപ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിപ്പിക്കണ്ടേ? ഒരു വിറ്റ്നസ് അവശ്യ വിറ്റ്നസ് ആയിരുന്നു, ഇത് നിങ്ങൾ നടത്തിയിട്ടില്ല എന്ന കാര്യം പ്രോസിക്യൂട്ടറിനോട് പറഞ്ഞിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാനായിട്ട് അപ്പം തന്നെ ചെയ്യാമായിരുന്നു, കോടതിക്ക് ചെയ്യാമായിരുന്നു ഇല്ലേ? രണ്ടാമത്തെ കാര്യം, കോടതിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് തുടങ്ങും പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ എന്ന നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ മാത്രമേ കോടതിക്ക് പവറുള്ളൂ. അല്ലാതെ അതുപോലെ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ കോടതിക്ക് യാതൊരു പവറും ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലില്ല. മനസ്സിലായ? ഒരു അന്വേഷണം അങ്ങനെ പോകണമായിരുന്നു ഇങ്ങനെ പോകണമായിരുന്നു എന്ന് പറയാൻ കോടതിക്ക് പറയാൻ പാടില്ല. കോടതി ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് കിട്ടി വന്നിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ച് ഈ കേസിൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് സ്വീകാര്യമായതാണോ അത് വെച്ച് ഈ കുറ്റകൃത്യം തെളിഞ്ഞോ ഇല്ലയോ എന്ന് പറയുകയും, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇത്രയും മാത്രമേ കോടതി ചെയ്താൽ മതി, ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്നും കോടതിയുടെ ഡ്യൂട്ടിയേ അല്ല. മനസ്സിലായ? ഇതാണ് ഈ കേസിൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. മനസ്സിലായ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് ചെയ്തില്ല, അയാൾ അത് ചെയ്യണ്ടായിരുന്നു, അത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല കോടതിക്ക്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ചാർജ് സമർപ്പിച്ച് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ജോലി കഴിഞ്ഞു. പിന്നെ പ്രോസിക്യൂട്ടറും കോടതിയുമാണ്. മനസ്സിലായ? ആ സൈഡിൽ പോലും വരേണ്ട കാര്യം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കില്ല. ആൾക്കാരുടെ ജോലി നോക്കി പോവാം. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരും കേസിൻ്റെ പുറകെ പോകേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? പിന്നെ കോടതിക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ വിളിപ്പിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ. ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ജഡ്ജ്മെന്റ് കാണാൻ കഴിയും. അതൊരിക്കലും ഒരു കോടതി പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചയുണ്ടായി. ബൈജു പൗലോസിനെതിരെ എതിരെയാണ് ഇപ്പം പല ചർച്ചകളും വരുന്നത്. അത് ആരുടെ വെർഷനാണെന്ന് മനസ്സിലായി. അതൊരു ഇൻഡിപെൻഡന്റ് വെർഷൻ അല്ല, അതൊരു ബയാസ്ഡ് വെർഷനാണ്. അത് പരിപൂർണമായും എട്ടാം പ്രതിയുടെ വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിൻ്റെയും വെർഷനാണ്. മനസ്സിലായ? കോടതി ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ കൂട്ടിക്കയറ്റി നിർത്തിയിട്ട് എട്ടാം പ്രതിയുടെ അഡ്വക്കേറ്റ് ഏറ്റവും മോശമായിട്ടാണ് ആ വിറ്റ്നസിനോട് പെരുമാറിയത്. ക്ഷമയോടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ. നമ്മൾ മനുഷ്യ സഹജമായ തെറ്റുകൾ എല്ലാവർക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ റീഇൻവെസ്റ്റിഗേഷനോ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ നടത്തട്ടെ, എന്താ കുഴപ്പം? നമുക്ക് നീതി കിട്ടല്ലേ വേണ്ടത്. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ അവശ്യമായുള്ള ഒരു വിറ്റ്നസിന് ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. ഈ വിറ്റ്നസിനെ ചോദ്യം ചെയ്തിട്ട് ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ, ഒരു പുതിയ ഫാക്റ്റ് അല്ലേ ഇത് കോടതി പറഞ്ഞിരിക്കുന്നത്, ഇതിന് റെക്കോർഡ് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പറ്റില്ല. മനസ്സിലായ? അതേസമയം അതില്ല എങ്കിൽ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സ്കോപ്പാണ്. അത് കോടതിയിൽ നിന്ന് പിന്നെയും റിമാൻഡ് ചെയ്ത് വരും ഈ കേസ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അത് വായിച്ചു നോക്കിയ ജഡ്ജ്മെൻറ്റിൽ ത്രൂ ഔട്ട് ഒരു ആൻറ്റഗോണിസ്റ്റിക് അപ്രോച്ച് പ്രോസിക്യൂഷനോടും എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോടും എടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അയാൾക്ക് കഴിയുന്ന രീതിയിൽ എത്ര മോശപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ അയാൾ നടത്തിയ റിപ്പോർട്ട് ഫയൽ ചെയ്തില്ലേ, തീർന്നു. കോടതിക്ക് പിന്നെ അതിലൊരു കാര്യമില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് തെളിവുകൾ ഹാജരാക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്രോസിക്യൂഷന് അൺഡൗട്ടഡ്ലി ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒറ്റ വരി എഴുതി വെച്ചപ്പോൾ തീർന്നത് ഇല്ലേ? പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഒരു റൂളും ഇല്ലേ? ഈ അതിന് ഉത്തരം നൽകാൻ കോടതിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രോസിക്യൂഷനും കഴിഞ്ഞില്ലെന്നാണ് അതിലുള്ളത് ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ. പക്ഷെ അത് ഇന്നലെ തന്നെ അവര് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് എന്താണ് നടന്നതെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഇല്ല എത്തിക്കുന്നില്ല. ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ഈ പൾസർ സുനി റിപ്പോർട്ടർ ചാനലിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ 3 തവണ അത് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിൽ 1 ഞാൻ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പം ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് 1 നിങ്ങൾ സൂക്ഷിച്ചത്, അത് എവിടെയാണെന്ന് പൾസർ സുനി അതിൽ വെളിപ്പെടുത്തുന്നില്ല. 2,
അയാൾ ചെയ്തൊരു കുറ്റകൃത്യമാണല്ലോ, അപ്പോൾ എൻ്റെ കയ്യിലും ഒന്ന് വേണ്ടേ എന്നാണ് പുള്ളി അതിന് തിരിച്ച് മറുപടി പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂക്ഷിച്ചതും ഹാഷ് വാല്യൂ മാറിയതും ഈ കണ്ട ആളുകളും ഒക്കെ നിൽക്കുമ്പോഴും ഈ തെളിവ് വേറെ എവിടെയോ സുരക്ഷിതമായി നിൽക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ രണ്ടാമത്തെ കത്തിൽ ദിലീപിന്റെ അടുത്ത് നിന്ന് എനിക്ക് പൈസ വേണ്ടോ എന്ന് പറഞ്ഞൊരു കത്തിൽ മഞ്ജു വാര്യരോട് ചെയ്ത പോലെ എന്നോടും ചെയ്തു. ഈ ലോകത്ത് ഈ എത്ര പേരുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ വിറ്റ് കാശാക്കിയിട്ടുണ്ട് എനിക്കറിയാവുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. മനസ്സിലായ? പൾസസുനിക്കപ്പം അറിയാം ഇത് വിറ്റാ കാശ് കിട്ടുന്നു. അത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴും അത് എവിടെയോ ഉണ്ട്. പൾസസിന് ഒന്നുകിൽ വിറ്റിട്ടുണ്ടാവും, എവിടെയാന്ന് അയാൾ വെളിപ്പെടുത്താത്ത സ്ഥിതിക്കോളം ഇത് പുറലോകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ. കാരണം അതുകൊണ്ടാണ് ഞാൻ മെമ്മറി കാർഡിൻ്റെ കേസ് പോയത്. അതെന്ന് വെച്ചാൽ അതായത് കോടതി ആ മറ്റേ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ്. എല്ലാ സഹായവും വിക്ടിമിന് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പരിപൂർണമായ ദൈവവിശ്വാസിയുമാണ്. ദൈവവിശ്വാസികൾക്ക് ഒരു കുഴപ്പമുണ്ട്, എന്തറിയാമോ? അവരെ മുകളിൽ ഒരാളുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ ആ വ്യക്തി ഒരിക്കൽ പോലും അതിട്ട് ദുരുപയോഗം ചെയ്യില്ല എന്നുള്ളത് നല്ല ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ അറിഞ്ഞ സാറാണ്. അതേസമയം ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ലോകം മുഴുവൻ കണ്ടു, തീർച്ചയായും കോടതി കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പൾസർ സുനിയുടെ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനം തിരിച്ചേൽപ്പിക്കണമെന്നോ ആ സാധനം പിടിച്ചെടുക്കണമെന്ന് പോലീസിനോ ഒരു നിർദ്ദേശം ആ ജഡ്ജ്മെൻറ്റിലുണ്ടോ? ഉണ്ടോ? അതിനെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ പൾസർ സുനിയുടെ ഇരുന്നോട്ടെ, ദിലീപിൻ്റെ ഇരുന്നോട്ടെ, ഇതിന്റെ അപകടാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് പുറലോകത്ത് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഈ കോടതി പറയാണ് ഈ ദൃശ്യങ്ങൾ ഇനി നശിപ്പിച്ച് കളയണം എന്നൊരു വാക്കുണ്ട് അതിനകത്ത്. ഈ എന്നേക്കുമായി ഈ ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയണം, പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം. ഇങ്ങനെ പറയുമ്പോഴും ഈ തെളിവ് പുറത്തെവിടെയോ ഇരിക്കുന്നു എന്നുള്ളത് നാളെ ആ അതിജീവിതയ്ക്ക് നമ്മൾ നൽകുന്ന സംരക്ഷണം എന്താ? അതിനേക്കാൾ ഭീകരമല്ലേ ഒരു പെൻഡ്രൈവ് ഒരാളുടെ എടുത്തിട്ടുണ്ടെങ്കിൽ. മറ്റേ ഒരു സിനിമയില്ലേ എന്തിരൻ, കണ്ടിട്ടുണ്ടോ? അത് ആരുടെ? രജനീകാന്തിന്റെ. ഒരു എന്തിരിൽ നിന്ന് 10,000 എന്തിരൻ ഉണ്ടാവുന്നത്. അതുപോലെയല്ലേ ഒരു മെമ്മറി കാർഡ്? ആണോ? അല്ലേ? മെമ്മറി കാർഡ് എത്രയോ അവൻ്റെ അതുണ്ടെങ്കിൽ എത്രയോ കോപ്പി ചെയ്യാൻ അവന് പറ്റും, എത്രയോ ആൾക്ക് വിൽക്കാൻ അത് പറ്റും. നിങ്ങൾ ഈ കേസിന്റെ ഗൗരവം അതാണ്. ഇതൊരു നിസ്സാര വിഷയമല്ല. ഞാൻ കൊടുത്ത മെമ്മറി കാർഡിൻ്റെ കേസ് എന്ന് പറയുന്നത് എനിക്കറിയുന്ന, ഞാൻ ടെക്നോളജി അറിയുന്ന എൻ്റെ മകള് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സാങ്കേതിക വിദഗ്ധരെടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, എല്ലാവരും പറഞ്ഞത് സീൻ കാണാനാണ് ഈ മെമ്മറി കാർഡ് ഇട്ടതെന്നാണ്. ആ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഈ മെമ്മറി കാർഡ് ഇതിട്ടിട്ട് അപ്പോൾ ഇത് തെളിയുമല്ലോ, ഡെസ്ക്ടോപ്പ് ഇതിൽ തെളിയും. തെളിയുമ്പോൾ അത് അങ്ങനെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്താൽ ഹാഷ് വാല്യൂ മാറില്ല. മനസ്സിലായ? കോപ്പി ചെയ്യാതെ തുറക്കാൻ ശ്രമിച്ചാൽ ഹാഷ് വാല്യൂ മാറും. ഇതിനാണ് ടെക്നോളജി എന്ന് പറയുന്നത് ഇതിൻ്റെ. അപ്പോൾ ഇത് കോപ്പി എടുത്ത് 10,000 ആൾക്കാർ കോപ്പി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കോടതിക്ക് എന്താ ഉത്തരം? ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിനോട് എനിക്ക് ഏക അഭിപ്രായ വ്യത്യാസം അതാണ്. എന്തുകൊണ്ട് ഇത്രമാത്രം അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും മെമ്മറി കാർഡിൽ ഇല്ലീഗൽ ആക്സസ് നടത്തിയ ആളുകൾക്കെതിരെ ശിക്ഷാ നടപടി നടപ്പിലാക്കിയില്ല? ഈ മെമ്മറി കാർഡിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ, ഒരു പെൺകുട്ടിയുടെ ഈ പ്രൈവസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനോ കഴിഞ്ഞില്ല? എന്തിന് സുപ്രീം കോടതിക്ക് പോലും കഴിഞ്ഞില്ല? ഇത് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ വലിയ വീഴ്ചയാണ്. അതായത് ഇത്രയും സെലിബ്രിറ്റി ആയിട്ടൊരു പെൺകുട്ടിക്ക് ഇങ്ങനെയാണെങ്കിൽ സാധനം, ഇന്നലെ ഒരു അഡ്വക്കേറ്റ് എന്നോട് പറയാം, സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യം ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യണം. ഓരോ ദിവസം എത്ര പെൺകുട്ടികൾ ഇവിടെ റേപ്പിന് വിധേയമാവുകയാണ്. ഓരോ കോടതികളിലും അവർ വന്ന് നിന്ന് കരയുന്നതല്ലാതെ നീതി എവിടെയെങ്കിലും നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ?
ഇതൊരു നിസ്സാര വിഷയം. എനിക്ക് ഹണി മാഡത്തിനോട് ഒരു വൈരാഗ്യമില്ല, എനിക്ക് കൗസർ സാറിനോട് ഒരു വൈരാഗ്യമില്ല. ഞാൻ വർഷങ്ങളായി പെൺകുട്ടികളുടെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണത്. ഈ രണ്ടാം പ്രതി മാർട്ടിൻ ഈ അടുത്ത് പുറത്ത് ഒരു വീഡിയോ ചെയ്തത് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് അയ്യോ പത്തോ എന്നും പറഞ്ഞ് കരയാൻ വേണ്ടിയല്ല അയാൾ ചെയ്യണം. അയാൾ ഇതിൽ ക്രിമിനൽ. അയാൾ ക്രിമിനൽ. അയാൾ പറഞ്ഞ വേറൊരു കഥയാണ്. അതായത് ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ലാലും ലാലിന്റെ മകനും കൂടി പ്ലാൻ ചെയ്ത വേറൊരു കഥയാണ് അയാൾ അതിനകത്ത് അവതരിപ്പിക്കുന്നത്. വേറൊരു കാര്യം അറിയോ? ലാലിന്റെ ഈ സ്റ്റുഡിയോയിലെ ഓണർ ആരാന്നറിയാമോ? അപ്പോയിന്റ് ചെയ്തെന്നല്ലേ ദിലീപും ഈ പൾസർ സുനിയും മാർട്ടിനും. ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്കറിയണത്. അതിലെ പങ്കാളി ആരാണെന്നറിയാമോ? പാർട്ട്ണർ ദിലീപ. മനസ്സിലായില്ലേ? അവരപ്പോയിന്റ് ചെയ്താരും. ഇതൊന്നും കോടതിക്ക് വിഷയമേ അല്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇവരുണ്ടാക്കിയ ഈ കഥ ഇതിൽ ഇവന് വേണ്ടി ഉണ്ടാക്കിയതാന്ന് ആർക്കും അറിയാൻ പാടില്ല. അത് ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാലിൻ്റെ മകനും. അങ്ങനത്തെ ഒരു കേസൊന്നും നിൽക്കില്ലല്ലോ. പക്ഷെ ഈ കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നാദിർഷേനെയും എന്തുകൊണ്ട് അപ്പുണ്ണീനെയും ഈ ലക്ഷ്യയിലേക്ക് എത്തിക്കാനാണല്ലോ ഇവർ പോയത്. ഇതിൻ്റെ കൺഫെഷൻ ഉണ്ട്, കൺഫെഷൻ സുനിയുടെ. ആ കൺഫെഷൻ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ, കൺഫെഷൻ തെളിവായിട്ട് എടുക്കാനൊന്നും പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കേൾക്കാം. ആ കൺഫെഷൻ കേട്ടാൽ അറിയാൻ പറ്റും. ഇനി പോട്ടെ, ദിലീപിൻ്റെ കൺഫെഷൻ, അതും കേട്ടാൽ കോടതിക്ക് മനസ്സിലാവും ആരിത് ചെയ്തതെന്ന്. അത് മുകളിലെ കോടതിയൊക്കെ ചെയ്യും, മുകളിൽ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പൊതുസമൂഹത്തിൽ ആദ്യം വന്ന് വളരെ ശക്തമായി വിധി വരുന്നതിന് മുമ്പും കുറച്ച് കാലങ്ങളായി ടി.ബി. മിനിയാണ് ഇത്ര ശക്തമായി പറയുന്നത് എട്ടാം പ്രതിക്ക് ഇതിൽ അറിവുണ്ട് എന്നുള്ളത്. ഇപ്പോഴും അതിലെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കേസ് നടത്തിയ ഒരാളല്ലേ, നടത്തിയപ്പോൾ അസിസ്റ്റ് ചെയ്ത ആളാണ്. ഈ കേസിൽ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തത് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിൻ്റെ അറിവിൽ ആണ് ഈ കേസ് പോയത്. പക്ഷേ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു സാറിനോട് എല്ലാം പറയാൻ, എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ, സംശയങ്ങൾ പറയാൻ, അതിജീവിതയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങളുണ്ട് സാറേ എന്ന് പറയാൻ, സാറിന് വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻറ്റും. ഞാൻ എപ്പോഴാണ് വീട്ടിലെത്തുന്നത് നിങ്ങൾക്കറിയാമോ? രാത്രി 2 മണിക്ക് എന്നെ പോലീസുകാരാണ് വീട്ടിലാക്കി തരുന്നത്. ഭീഷണിയുണ്ടോ ഇപ്പോഴും? സൈബർ ആക്രമണത്തിന് അപ്പുറത്തേക്ക് സൈബർ ആക്രമണത്തെ നമ്മൾ എടുക്കുന്നില്ല. അല്ല, അതിനെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാം. അത്തരത്തിലല്ലാത്ത ഭീഷണികളൊന്നും എനിക്കില്ല, ഇപ്പം ഇല്ല. ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഇല്ല. അതിന് മുന്നേ ഉണ്ടായിരുന്നു. അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. അവര് ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി അവർക്കുണ്ട്. അപ്പോഴൊക്കെ ഒരു ഭീഷണി ഉണ്ട്. ഇപ്പം എനിക്ക് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ ദിലീപിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന വക്കീലന്മാരില്ലേ, രാംപിള്ള, ഫിലിപ്പ്, സുജേഷിനെ എനിക്കറിയില്ല, ശുഭ, നിത്യനും എനിക്കറിയില്ല. ഈ ആളുകൾക്ക് 10-30 വർഷമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ എന്താണെന്ന് അവർക്കറിയാം. ഒരു കാര്യം സിൻസിയറായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്യണതാണ് ഞാൻ. അല്ലാണ്ട് ഈ വ്യക്തികളോടൊന്നും ഒരു വൈരാഗ്യമോ ദേഷ്യമോ എനിക്കില്ലയെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്നെ ഇല്ലാണ്ടാക്കാൻ, കാരണം ഈ കുട്ടിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നാളെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണ്ടേ. ആത്മാർത്ഥമായി ദിലീപ് അല്ലാന്ന് ഇപ്പോൾ കോടതിയിൽ നിന്ന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പോയി. 19-ാം തീയതി ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് ദിലീപ് മൈക്കിൽ പ്രസംഗിച്ചത് ഈ കുട്ടിക്കെതിരെ ഇത് ചെയ്ത ആളുകളെ ശിക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ അവരാരും അത്തരത്തിൽ എന്നെ കാണുന്നില്ല, എന്നെ അറ്റാക്കും ചെയ്യുന്നില്ല. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന വിധിക്ക് മുന്നൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഈ പ്രാന്തന്മാരായിട്ടുള്ള ചില ആരാധകരുണ്ട്, അവരാണ് എനിക്കെതിരെ പറയണത്. കോമൺ സെൻസുള്ള, എന്തെങ്കിലും ഒരു പക്വതയുള്ള ഒരാൾ പോലും എനിക്കെതിരെ പറയില്ല. കാരണം ഞാനല്ല കേസ് നടത്തിയത്. ഈ കേസ് മെമ്മറി കാർഡ് കേസ് ഞാനാണ് നടത്തിയത്. അത് ഞാൻ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കേസ് വിജയിച്ചു. റിസൾട്ട് പകുതിയേ ഉണ്ടായിട്ടുള്ളൂ. കോടതിക്കെതിരെ കണ്ടംപ്റ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാ, ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്യട്ടെ എന്ന്.
കണ്ടംപ്റ്റ് ഫയൽ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല ജഡ്ജിക്കെതിരെ. ഇതിപ്പോൾ താനായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ, തനിക്കെതിരെ ഒരു ഓർഡർ ഉണ്ടായി, ആ ഓർഡർ താൻ ഇംപ്ലിമെൻ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്ത് ഈ സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യിച്ചേനെ. ഒരു പോലീസുകാരനാണ് ഇത് ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്ത് ഞാൻ ചെയ്യിച്ചേനെ. ജഡ്ജിക്കെതിരെ പറയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, പ്രൊവിഷൻ ഇല്ല. പക്ഷെ അത് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ജുഡീഷ്യറിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ അത് നീതിയുക്തമായിട്ട് പോകാനായിട്ട് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം, ഇന്ത്യയിലെ ജുഡീഷ്യറി തന്നെയാണ് ലോകോത്തരം. അമേരിക്കയിലൊന്നും അല്ല, നമ്മൾ വെറുതെ പറയണതാ. ഇന്ത്യ തന്നെയാണ് പ്രധാനം. അതിനെ കാലങ്ങളായിട്ട് അതിനെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഓർഗനൈസേഷൻ ഇന്നലെ ചീഫ് ജസ്റ്റിസിന് ഹണിമേഡത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരായിട്ടുള്ള എന്തോ ഒരു സാധനം കൊടുത്തല്ലേ. അപ്പോൾ അവർ ഭരണഘടനാപരമായി അസോസിയേഷൻ ഉണ്ടാക്കിയതല്ലേ. ആ ഭരണഘടനാപരമായിട്ടുള്ള റൈറ്റ് ഈ രാജ്യത്തെ എല്ലാ സിറ്റിസൺസിനും ഉണ്ട് ഇല്ലേ? അത് അവർ മനസ്സിലാക്കണ്ടേ? ഇപ്പം ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു ജുഡീഷ്യറിനെ കൊല്ലാനല്ല, നീതി നടപ്പിലാക്കാൻ വേണ്ടി ഈ സിസ്റ്റത്തിൽ ഈ പെൺകുട്ടികൾ, ഏത് പെൺകുട്ടി ഇനി ഒരു പരാതിയുമായി വരും? ആത്യന്തികമായി ഇതൊരു കോടതി വിധിയെ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് നാളെ എനിക്കിത് വന്നാൽ എന്ത് സംഭവിക്കും എന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടോ. പെൺകുട്ടികൾ ധാരാളമായി ജോലിക്ക് പോകുന്നു, നൈറ്റിൽ ജോലിക്ക് പോകുന്നു. IT മേഖലയിലൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് നൈറ്റില്ല, രാവില്ല, പകലില്ലാതെ അവർ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്താകെ. അവരുടെ ജീവിതത്തെയും അവരുടെ ഇതിനെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും പാർലമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് പോരാടുന്നത്. വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല, ആരോടുമില്ല. ഇനിയിപ്പോൾ ദിലീപൻ ശിക്ഷിച്ച് 10 കൊല്ലം 20 കൊല്ലം അയാളെ അവിടെ ഇട്ട് അയാൾ കൊല്ലണം എന്നൊന്നും നമുക്കില്ല. അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞ ഈ സത്യമുണ്ട്. അയാൾ ഭയങ്കര വിശ്വാസിയാണ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്. ചാത്തൻ്റെ അടുത്താണ് ആൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ചാത്തിനൊരു സ്വഭാവം ഉണ്ടെന്ന് അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയും അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്, മനസ്സിലായ? എനിക്ക് അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എൻ്റെ അമ്മാമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര നോളജുള്ളൊരു ഒരാളായിരുന്നു. ഞാൻ അമ്മൂമ്മയ്ക്ക് ഈ നമ്മുടെ സത്യാന്വേഷണ പരീക്ഷകളുണ്ടല്ലോ ഗാന്ധിയുടെ, ഞാൻ അഡ്വക്കേറ്റ് ആവുന്നത് ഗാന്ധിയെ പോലെ ആവാനായിരുന്നു. ഞാൻ സത്യാന്വേഷണ പരീക്ഷകൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എല്ലാ ദിവസവും വായന. ഞങ്ങൾ 3 പേരെ വീട്ടിലുള്ളേ, വേറെ ആരോടെ സംസാരിക്കാനുള്ള, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഒരു ഗ്രാമീണ മേഖലയിൽ എടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പം ഞങ്ങൾ 3 പേരല്ല. അപ്പം അമ്മാമ്മയ്ക്ക് ഈ അറിവ് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അമ്മാമ്മ എന്ത് ചെയ്യും, നമ്മുടെ റേഡിയോ, അന്ന് റേഡിയോയിലുള്ള TV ഒന്നുമില്ല, റേഡിയോ ഓൺ ചെയ്ത് കിടന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ഓഫ് ചെയ്യണത് വരെ, അത് നിലയം പൂട്ടണത് വരെ അമ്മാമ്മ അത് കേൾക്കുന്ന ഒരാളാണ്. വൈകുന്നേരത്തിൽ സന്ധ്യാദീപം അമ്മാമ്മ വയ്ക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യണ കാര്യം എന്ന് പറയുമ്പോൾ ഈ സത്യാന്വേഷണ പരീക്ഷകളിലെ ഓരോരോ പേജ് വായിക്കുകയും ഗാന്ധിജീനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഗാന്ധിജിയെ പോലെ ആവാനാണ് സത്യത്തിൽ ഞാൻ ഈ അഡ്വക്കേറ്റ് ആയത്. അതിൽ കുറേയും കൂടി ഈക്വാലിറ്റി, അത് ഏറ്റവും ഡൗൺ ട്രൂഡൻ ആയിട്ടുള്ള ആളുകളുടെ ഈക്വാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, കമ്മ്യൂണിസം സ്വീകരിക്കുന്നത്. എൻ്റെ അമ്മമ്മ ഇത് അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരിക്കലും കൈപ്പത്തിക്ക് കുത്തിയിട്ടില്ല. എൻ്റെ അമ്മമ്മ എല്ലാ കാലത്തും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെ കുത്തിയത്. അപ്പോൾ അമ്മമ്മ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ, ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയി കർഷക തൊഴിലാളിയായിരുന്നു. ഞാനും LLBക്ക് പഠിക്കുമ്പോൾ കറ്റ ചുമന്നും കൊയ്ത്തു നടത്തിയും ഞാൻ പഠിച്ചത്. അപ്പോൾ അമ്മമ്മ എന്നും പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്, നമ്മളെ ആവശ്യമില്ലാത്തടത്തേക്ക് ഒരിക്കലും പോകരുതെന്ന്. മനസ്സിലായ? വിദ്യാഭ്യാസം എന്ന് പറയുന്നതും പഠിപ്പ് എന്ന് പറയുന്നതും വിദ്യാഭ്യാസം എന്ന് പറയുന്നതും രണ്ടാണ്. അമ്മമ്മ പറഞ്ഞത് എന്നും എനിക്ക് ഇതാവും. ഞാൻ ഒരു സ്ഥലത്തേക്ക് 10 മിനിറ്റ് കൂടുതൽ എന്നെ ആരും ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ അപ്പം ഞാൻ പുറകോട്ട് ഞാൻ തിരിയും, ഞാൻ പോകുക അവിടെ നിന്ന്. കാരണം അവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ എല്ലാ പെൺകുട്ടികളും ആത്മാഭിമാനമുള്ള മനുഷ്യരെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ ആവശ്യമില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ പതുക്കെ അവിടെ നിന്ന് പോവുക. അപ്പോൾ സ്വയം ഒരു റെസ്പെക്റ്റ് നമുക്കുണ്ടാവും. മനസ്സിലായ? എൻ്റെ അമ്മമ്മ മരിച്ചുപോയി,
ആ അമ്മമ്മയ്ക്ക് എന്നെ ഓർത്തല്ലാതെ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കഴിയാറില്ല ഞാൻ. മനസ്സിലായ? എന്നെ സ്നേഹിച്ചിരുന്ന അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു, അവരും മരിച്ചുപോയി. അവരെയും ഓർക്കാതെ ഞാൻ ഒരു ദിവസം പോലും. എൻ്റെ ഫോണിൻ്റെ ഇതിലുള്ള ഈ പടം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെയാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ അവസ്ഥ എന്താണ്, ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആരും ഇല്ലാത്തവരുടെ, ഞാനിപ്പോ ഈ കേസുകളൊക്കെ പറഞ്ഞില്ലേ, ഞാൻ അതിലേക്ക് എടുത്ത് ചാടുന്നത് ആരുമില്ലാത്ത ഒരു മനുഷ്യന്റെ വേദന അറിയുന്ന ഒരാളാണ് ഞാൻ. സ്വർണ്ണക്കരണ്ടിയും വെച്ച് ജനിച്ച ഒരാളായിരുന്നെങ്കിൽ ഇതെനിക്ക് മനസ്സിലാവില്ല, ഞാൻ ചാടില്ല. മനസ്സിലായ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യും. ഞാൻ പോവില്ലേ ഈ ഭൂമിയിൽ നിന്നും. ഇനി എത്ര കാലമുണ്ട്? എല്ലാ മനുഷ്യരും ഭൂമിയിൽ നിന്ന് പോകും. എത്ര കാലമുണ്ട്? ഓരോ പെൺകുട്ടിയും എന്നെപ്പോലെ തന്നെ ഈ കാര്യങ്ങൾ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻകമാണ്. ആ ഇൻകം ഉറപ്പിക്കുന്നിടത്തോടൊപ്പം ഭർത്താവായിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മളെ വേണ്ട എന്ന് പറയുന്ന അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങളെ എനിക്ക് വേണ്ട, നിങ്ങളിവിടെ അധികപ്പറ്റാണെന്ന് തോന്നുന്ന ഏത് നിമിഷവും നിങ്ങൾക്ക് പുറത്തു പോരാൻ കഴിയണമെങ്കിൽ സ്വതന്ത്രമായ നിങ്ങൾക്ക് എന്ത് വേണം? ഇൻകം വേണം. മനസ്സിലായി? അല്ലാതെ നമ്മൾ എന്ത് സിദ്ധാന്തം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായി? ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എവിടെയും പെൺകുട്ടികൾക്ക് അങ്ങനെ ഇൻഡിപെൻഡൻ്റായി ജീവിക്കാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. വേറൊരു ആരോപണം എന്ന് പറയുന്നത് TB മിനി നല്ല ആക്ടിവിസ്റ്റാണ്, പക്ഷെ നല്ല അഭിഭാഷകയല്ല എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തും പറഞ്ഞോട്ടെ, ഞാൻ നല്ല ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, നല്ലൊരു ആക്ടിവിസ്റ്റിന് അഭിഭാഷകയാവാൻ ഒരു ബുദ്ധിമുട്ടില്ല. നല്ലൊരു അഭിഭാഷകന് ആക്ടിവിസ്റ്റ് ആവാൻ പറ്റില്ല. മനസ്സിലായ? നല്ലൊരു ആക്ടിവിസ്റ്റിന് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾ എൻ്റെ നിങ്ങൾ നോക്കുക, എൻ്റെ ഹൈക്കോടതിയിൽ എൻ്റെ ഈ വർഷത്തെ എൻ്റെ വക്കാലത്ത് നിങ്ങൾ നോക്കിയേ, ഹൈക്കോടതിയിലെ മാത്രം. ഇപ്പം അത് കിട്ടുവേ, പണ്ടത് കിട്ടില്ല. നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ കേരളത്തിൽ എനിക്ക് എത്ര വക്കാലത്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ നല്ല അഭിഭാഷക തന്നെയാണ്. പിന്നെ ഞാൻ എടുക്കുന്ന കേസുകൾ, ഞാൻ പണക്കാരുടെ കേസല്ല എടുക്കണേ, ഞാൻ ഡൗൺ ട്രോഡനായിട്ടുള്ള മനുഷ്യരുടെ കേസാണ് എടുക്കണം. ഈ ഇന്നലെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം. ഞാൻ കണ്ടിൻജൻ്റ് തൊഴിലാളിയുടെ കേസ് ഏത് സ്ഥലത്തുനിന്ന് വന്നാലും ഞാൻ എടുക്കും. കാശ് മേടിക്കാറില്ല. അറിയോ നിങ്ങൾക്ക്? ആർക്കറിയാതൊക്കെ? കണ്ടിൻജൻ്റ് തൊഴിലാളികളുടെ കാര്യം എന്താ അവർ ചെയ്യണത് ഈ ലോകത്ത്? ഈ പറയുന്ന മേയർമാരും AC മുറികളിലിരിക്കുന്നവരും ഒന്നാം സമ്മാനം മേടിക്കും. ഈ നഗരസഭ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് സമ്മാനം മേടിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കില്ല. ഈ നഗരസഭയെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവരാരാ? കണ്ടിൻജൻ്റ് തൊഴിലാളികളല്ലേ? അതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി തന്നെയുണ്ട്, കണ്ടിൻജൻ്റ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ അവരെല്ലാം ഇവിടെ നിന്ന് എനിക്ക് തരാനുള്ള കാശ്. ഈ ഡെയിലി വേജസ് ആയിട്ട് ഇവരെ വയ്ക്കും, വർഷങ്ങളോളം പണിയെടുപ്പിക്കും, എന്നിട്ട് അവരെ ഒന്നുമില്ലാതെ പറഞ്ഞു വിടും. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന കേസുകളിൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പണക്കാരുടെ കേസ് കാണില്ല. മനസ്സിലായ? ഏവറേജിൽ താഴെ ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരുടെ കേസല്ലാതെ കാണില്ല. ഞാൻ നല്ലൊരു വക്കീലല്ല എന്ന് പറയാൻ ഒരു കാരണവും ഒരാൾക്കില്ല. നിങ്ങൾ തന്നെ ഒരു കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാരോടാണ്. ഞാൻ കേസ് പറയണ അവിടെയല്ലേ? മനസ്സിലായല്ലേ? ഒന്ന് അന്വേഷിച്ച് നോക്കും, അവരെന്തായിരിക്കും എന്നെക്കുറിച്ച് പറഞ്ഞാൽ. വിട്ടുകൊടുക്കൂല ഞാൻ. എൻ്റെ കേസ് ശരിയാണെന്നുള്ള വിശ്വാസം അങ്ങനെ എല്ലാ കേസും എടുക്കാറില്ല. ഞാൻ എടുക്കാത്ത കേസുകൾ ഏതാണെന്ന് പറയുമ്പോൾ NDPC കേസ് ഞാൻ എടുക്കില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹരാസ്മെൻറ്റ് കേസ് ഞാൻ എടുക്കില്ല. മനസ്സിലായ? അതാണ് ഞാൻ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത്. മനസ്സിലായ? ആ കേസുകളാണ് ഞാൻ എടുക്കുന്നത്. തനിക്ക് ഇപ്പം അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും എൻ്റെ എത്ര വക്കാലത്ത് ഹൈക്കോടതിയിൽ കിടക്കുന്നത്. ഞാൻ GP ഒന്നുമല്ല വക്കാലത്ത് അത്രയും കിട്ടാനായിട്ട്. ഞാൻ നല്ല അഡ്വക്കേറ്റ് തന്നെയാണ്, ഒരു സംശയം അതിന് തനിക്ക് വേണ്ട. നേഴ്സുമാരുടെ കേസിൽ കയറി ചെന്ന അഡ്വക്കേറ്റ് ഇതുപോലത്തെ ഒരു കേസാണ് എന്നെ സംബന്ധിച്ചത്. ഞാനൊരു ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മനസ്സിലായ? കേരളത്തിൽ എല്ലാ തൊഴിലാളികൾക്കും നല്ല ശമ്പളം ഉണ്ടെന്നാണ് ധാരണ. ഒരു ദിവസം
ഞാൻ അമൃത ഹോസ്പിറ്റലിൽ, സ്വകാര്യ ഹോസ്പിറ്റലാണ്, നഴ്സുമാർക്ക് തല്ല് കിട്ടിയെന്നും പറഞ്ഞിട്ടൊരു വാർത്ത വന്നു. അവിടെ അവർ സമരം ആരംഭിച്ചു. 2-3 ദിവസം ഞാൻ അവിടെ പോയില്ല. പാർട്ടി നിർദ്ദേശം വന്നു, അവിടെ പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി. അവിടെ കംപ്ലീറ്റ് സ്ത്രീകളാണ്, അതുകൊണ്ടാണ് പാർട്ടി അവിടെ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്. സഖാവ് പി രാജീവ് ഉണ്ട്, ചന്ദ്രപിള്ള സാവ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാൻ അവിടെ ഇരുന്നു അവർക്കൊരു സപ്പോർട്ടായിട്ട്. രാത്രിയായപ്പോൾ ഇവരൊക്കെ പോയി. ഈ 100-300 സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? രാവിലെ ഇരുന്നിരിപ്പാണ്, മൂത്രം ഒഴിച്ചിട്ടില്ല, മനസ്സിലായോ? പേടിയാണ് അവിടെ നിന്ന് എണീക്കാൻ. ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഇവർ ചർച്ചയ്ക്ക് കയറി, രാജീവ് സാവും ബാക്കി എല്ലാവരും കൂടി ഇതിൻ്റെ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാൻ വേണ്ടി ചർച്ചയ്ക്ക് കയറിയ സമയത്ത് ഓരോരോ സെറ്റായിട്ട് ഈ സ്ത്രീകളെ മുഴുവനും കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ചുകൊണ്ടത് ഞാനാണ്. ആ സമയത്ത് അവിടെ ഒരു പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരാൾ വന്നു. ആ പോലീസ് പ്രൊട്ടക്ഷൻ കേസ് അവരെന്നെ ഏൽപ്പിച്ചു. ആ കേസ് ഞാൻ വിജയിപ്പിച്ച് കൊടുത്ത് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി, അവർക്ക് മിനിമം വേജസും കിട്ടി. പക്ഷേ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല, പേടിയായി. എനിക്ക് ഓർഗനൈസേഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ അവിടെ നിന്ന് ഓർഗനൈസേഷൻ ഉണ്ടാക്കിച്ച് അവർക്ക് കൊടുത്ത് തിരിച്ചു പോയ ഒരാളാണ് ഞാൻ. പിന്നെ എലൈറ്റ് ഹോസ്പിറ്റലിൽ സമരം നടന്നു. ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നാണ്. അവരുടെ എഗ്രിമെൻറ്റിൽ ഒരു നഴ്സിനെ പോലും ഇനി കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ എടുക്കില്ല എന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് ഉണ്ടാക്കിച്ചു കൊടുത്തതാണ് ഞാൻ. ഈ നമ്മുടെ ലിറ്റിൽ ഫ്ലവറിൽ സമരം വന്നു 10 ദിവസം. അതെൻ്റെ ചരിത്രമാണ്. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇന്നേ വരെ പോലീസ് പ്രൊട്ടക്ഷനിൽ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഒരു സമരം നടത്തിയത് എൻ്റെ ജഡ്ജ്മെൻ്റ് കൂടി ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഒരു സമരം ഒരു സ്ഥലത്ത് നിന്ന്, ഏത് സ്ഥാപനത്തിൻ്റെ മുന്നിൽ തൊഴിലാളികൾ സമരം നടത്തുമ്പോൾ ഏറ്റവും മിനിമം 50 മീറ്ററെങ്കിലും നീങ്ങിയ സമരം ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. കോടതി ചെയ്യണത് അത് ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെൻറ്റാണ്. അത് ഈ ഹോസ്പിറ്റലാകുമ്പോൾ കുറച്ചും കൂടി നീളം കൂടും. സമരം ചെയ്യാം, പക്ഷെ നിങ്ങൾ നീങ്ങിയിരിക്കണം, ഹോസ്പിറ്റലല്ലേ. എൻ്റെ കേസിൽ എന്താ വിധി ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? ഞെട്ടിപ്പോകുന്നതാൻ. ഞാൻ ആ കേസ് പറയാനായിട്ട് കോടതിയിലേക്ക് വരുമ്പോൾ മഞ്ജുള ചെല്ലൂർ എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് സാറിൻ്റെ കോടതിയിലാണ്. മാഡത്തിന് എന്നെ അറിയില്ല, അവരിവിടുത്തെ കാര്യമല്ല. അജിറ്റേറ്റിംഗ് അഡ്വക്കേറ്റ് ഈസ് കമ്മിങ് എന്ന് പറയാണ് ഡയസിലിരുന്നിട്ട് മാഡം, മനസ്സിലായ? ഇത്രയും ഒരു അംഗീകാരം ഈ ഭൂമിയിൽ ഒരു അഡ്വക്കേറ്റ് കിട്ടാനില്ലടോ. ഒരു പൈസ വാങ്ങിയിട്ടല്ല ഈ ചെയ്യണത്, മനസ്സിലായി? അതൊക്കെയാണ് അംഗീകാരം എന്ന് പറഞ്ഞത്. ഒരു പൈസയും വേണ്ട അതിന്. അങ്ങനെ ഞാൻ വന്നു കേസ് പറഞ്ഞു. മാഡം അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ മിനിമം വേജസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. മിനിമം വേജസ് ഇല്ല ഒരാൾക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇവരെല്ലാവരും സേവനത്തിലാണ് വർക്ക് ചെയ്യണമെന്ന്. മാഡത്തിന് കലിവ് കയറി. അവർ കൊടുത്ത കേസാണ്, ഞാൻ കൊടുത്ത കേസല്ല. അതിൻ്റെ ഡിഫൻസ് മാത്രമാണ് ഞാൻ. മാഡം എന്തെന്നറിയാമോ? ഈ പറഞ്ഞ ഏതാണ്ട് 800ഓളം വരുന്ന സ്ത്രീകൾക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് സമരം ചെയ്യാനുള്ള പന്തലടക്കം സമരം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. 1, മനസ്സിലായ? രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അവർക്ക് ഭക്ഷണം കൊടുക്കണം മാനേജ്മെൻറ്റ്. മിനിമം വേജസ് എത്ര പേർക്ക് നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ രജിസ്റ്റർ 8 വർഷത്തെ രജിസ്റ്റർ ഹാജരാക്കണം. ഈ ഇത്തരമൊരു ജഡ്ജ്മെൻറ്റ് ഈ കേരള ഹൈക്കോടതിയിലെ ഏതെങ്കിലും ഒരു വക്കീൽ നേടിയെടുത്തത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചു.